ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പം കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീഡിയോയിലൊക്കെ വന്നിരുന്നത് എന്തോ പറയണമെന്ന് അറിയാത്തതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ നിൽക്കാത്തത്. ഇപ്പോൾ 2 ആഴ്ചയായി പനിയൊക്കെ തുടങ്ങി. പനിയൊക്കെ ആയിരുന്നു. ഇപ്പം പനി മാറിയിട്ടുണ്ട്. എന്നാലും എനിക്കൊരു ത്രോട്ടിൻ്റെ ഒരു ഇതും ചുമയൊന്നും അങ്ങോട്ട് മാറിയിട്ടില്ല. അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു വിഷമത്തിലാണ്. അങ്ങനെ എന്താ പറയാ, ഒന്നും പ്രത്യേകിച്ച് എന്തൊക്കെയോ പറയാനുണ്ട്. ചില സമയം എന്തൊക്കെയോ പറയാൻ തോന്നും, പിന്നെ അങ്ങ് മറക്കും, പിന്നെ ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഇതൊക്കെ പറഞ്ഞ ആര് കേട്ടോണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാത്തത്. 2023 തുടങ്ങിയതാണ്. ഇത്രയും വർഷമായി. ജോലിക്ക് ശ്രമിക്കാം. മെയ് ആയപ്പം 6 മാസത്തെ റെസ്റ്റ് കഴിഞ്ഞ് അന്ന് മുതൽ ജോലിക്ക് ട്രൈ ചെയ്യുകയാണ്. ഒന്നും അങ്ങോട്ട് ആവുന്നില്ല. പിന്നെ അതിനുശേഷം ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ എന്ത് ജോലിയാവട്ടെ, ഞാൻ ജിയോളജിസ്റ്റാണ്, അത് നോക്കിയിരുന്ന കാര്യം നടക്കത്തില്ല, എന്തെങ്കിലും ജോലി ഇട്ടിട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ശ്രമിച്ചൊരു ജോലിക്ക് കയറിയപ്പം അതെനിക്ക് ബുദ്ധിമുട്ടായിരുന്നു സത്യത്തില്. നമ്മള് പറഞ്ഞ പോലൊന്നും അല്ല അവിടെ ചെന്നപ്പോൾ ഉള്ളൊരു ഫെസിലിറ്റിയും കാര്യം. അപ്പം അതെന്ന് വെച്ചാല് ഒരു ഹോസ്റ്റലിലായിരുന്നു. ഹോസ്റ്റലിന്റെ മാനേജർ എന്ന് പറഞ്ഞൊരു പോസ്റ്റിലേക്കാണ് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ അവിടെ ചെന്ന് അപ്പം അവർ അക്കോമഡേഷൻ ഫുഡിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോ എന്ന് ചോദിച്ചാൽ അക്കോമഡേഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ ആ ഹോസ്റ്റലിൽ അത് ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ അവരൊപ്പമാണ് ഞാനും എനിക്കും സ്റ്റേ എന്ന് പറയുന്നത്. അത് ഡോർമെട്രീസ് ആണ്. അപ്പം അതിനകത്തൊരു ബെഡിലാണ് ഞാനും. പക്ഷെ അതിനകത്ത് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഞാനങ്ങനെ ഒരു പേഷ്യൻ്റ് ആണ്. എനിക്ക് ഡോർമെട്രി കിടക്കുന്നതിന്റെ ബുദ്ധിമുട്ടല്ല. പക്ഷെ ഇവര് പല ഷിഫ്റ്റിലാണ്. ഇവര് ലൈറ്റൊക്കെ ഓഫ് ആക്കുമ്പോൾ നേരം വെളുക്കുമ്പോൾ 3 മണി കഴിഞ്ഞാൽ ഇവര് ലൈറ്റും ഓഫ് ആവുന്നില്ല. ഇവരുടെ സംസാരം, പിന്നെ എന്താ പറയുക, ബാച്ചിലേഴ്സ് താമസിക്കുന്ന ഒരു അക്കോമഡേഷനൊക്കെ ആകുമ്പോൾ ഉറപ്പായിട്ടും അവര് എന്താണ് ബീർ കഴിക്കാം, സിഗരറ്റ് കഴിക്കാം. ഇതെല്ലാം ആ ഒരു റൂമിന്റെ ഉള്ളിൽ നടക്കുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു. എനിക്കത് പറ്റുന്നില്ല. അപ്പം ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്ത എൻ്റെ ഒരു സാർ ജിയോളജിസ്റ്റ് ആണ്. അപ്പം ഞാൻ സാറിനോടാണ് ആദ്യമായിട്ടാണ് എൻ്റെ ജോബ് സാറുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ സാറിനോട് ഡിസ്കസ് ചെയ്യുന്നത്. സാറിന് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാം. ഞാൻ സാറിനോട് പറഞ്ഞപ്പം ഞാൻ അന്ന് വൈകിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും സാറ് നോക്കട്ടെ എന്ന് വിചാരിച്ചു. സാറ് താൻ കയറി പാടാൻ നിൽക്കണ്ട, എൻ്റെ ഹെൽത്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് പറഞ്ഞു. ഞാൻ പിന്നെ നെക്സ്റ്റ് ഡേ ഒന്നും നോക്കിയില്ല. ഞാൻ അടുത്ത ദിവസം തിരിച്ചു വന്നു. അങ്ങനെ ആ ഒരു ജോബ് ഞാൻ വിട്ടു. പക്ഷെ അവനെനിക്കൊരു സെപ്പറേറ്റ് അക്കോമഡേഷൻ തന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് നിന്നേനെ. കാരണം ഫുഡും അതും വേണ്ടിയിട്ട് അവർ തരുന്നുണ്ടല്ലോ. അപ്പം പിന്നെ ബാക്കി പൈസ സേവിങ് ആയിട്ട് പോയേനെ. പിന്നെ കിട്ടിയ ജോബ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ജ്വല്ലറീസിലൊക്കെയാണ്. അതെന്ന് പറയുന്നത് 18,000 ശമ്പളം ഉള്ളത്. പിന്നെ രാവിലെ 7 മണിക്ക് കയറി രാത്രി 9 മണി വരെയൊക്കെ ഡ്യൂട്ടി എന്ന് പറയുമ്പം അതെനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നി. പിന്നെ അത്രയും ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യാനും എൻ്റെ ഹെൽത്തിന് പറ്റുമോ, പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ എൻ്റെ ഫീൽഡൊന്നും സെർച്ച് ചെയ്യാനുള്ള ഒരു ടൈമില്ല, ആകെ ഒരു അലച്ചിലാവും എന്ന് വിചാരിച്ചത് കൊണ്ട് ഞാൻ അത്ര ഒരു ടൈമിലുള്ള ജോബൊന്നും പിന്നെ നോക്കിയില്ല. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ വിട്ട് അങ്ങനെയുള്ള സാധാ ജോബിനെ കുറവുണ്ടല്ല. എനിക്ക് വീടിനടുത്തുള്ള വല്ല ലൊക്കേഷനുമാണ് കിട്ടുന്നതെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. എനിക്ക് പോയി വരുന്ന രീതിയിലുള്ള അടുത്തെന്തെങ്കിലും ആയിരുന്നെങ്കിലും കുഴപ്പമില്ല. ഇത്രയും ദൂരത്ത് നമ്മൾ പോകുമ്പം നമുക്ക് ഫുഡിനും ചില അക്കോമഡേഷനും പിന്നെ നമുക്ക് ഇത്രയും ടൈം കൂടിയ ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ ഹെൽത്തിന് ഓക്കെ ആയിരിക്കത്തില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടൊക്കെ ഞാൻ ആ ഒരു ജോബിൽ നിന്നൊക്കെ ഇപ്പം അങ്ങനെയൊന്നും സെർച്ച് ചെയ്യുന്നില്ല. ഞാൻ ജിയോളജിസ്റ്റിന് 2-3 അറ്റൻഡ് ചെയ്തു. എല്ലാം ലിസ്റ്റിനകത്തുണ്ട്. പക്ഷെ എന്തോ ബാഡ് ടൈം, ഒന്നും അങ്ങോട്ട് അനങ്ങുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. പിന്നെ എല്ലായിടത്തും ഈ പറയുന്ന ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് ജിയോളജിസ്റ്റിനെ നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരിടത്ത് ലിസ്റ്റിൽ 2nd റാങ്ക് ആയിരുന്നു. അപ്പം ഫസ്റ്റാണ് കുട്ടി ജോയിൻ ചെയ്യുന്നതാണ് അറിഞ്ഞത്. അപ്പം അത് പോയിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് ഈ പറഞ്ഞ ലിസ്റ്റിനകത്തുണ്ട്. പക്ഷെ അതൊന്നും ഒരനക്കവും നിൽക്കുന്നില്ല. 3ാമത്തതും അതിനെനിക്ക് തന്നെ ലിസ്റ്റിനകത്തുണ്ട്. അതിനും ഒരനക്കവും ഇല്ല. ഇനി ഒരെണ്ണം കൂടി വരാനുണ്ട്.
ഇത്ര തന്നെ നിലവിലുള്ളൂ. അപ്പം അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ജിയോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു എല്ലാരും നോക്കുമ്പോൾ ഒത്തിരി ജിയോളജിസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ പലതും പല പല ഫീൽഡാണ്. ജിയോളജിസ്റ്റ് 18 വെറൈറ്റീസ് ഓഫ് ജിയോളജിസ്റ്റ് ഉണ്ട്. അപ്പൊ അതിനകത്ത് എന്റെ ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളത് ഞാൻ പെട്രോളജിസ്റ്റ് ആണ്. എനിക്ക് മിനറൽ പ്രോസസ്സിങ്ങിലും ക്വാളിറ്റി കൺട്രോളിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ എക്സ്പേർട്ട് ആയിട്ടുള്ളത്. പിന്നെ മൈനിങ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ മൈനിങ്ങിന് ശേഷമുള്ള പ്രോസസ്സിങ്ങിലും ക്വാളിറ്റി കൺട്രോളും അങ്ങനെയൊക്കെയുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പം പിന്നെ എക്സ്പ്ലോറേഷന് കുറച്ചൊക്കെ എക്സ്പീരിയൻസേ ഉള്ളൂ. അപ്പം ഓപ്പർച്യൂണിറ്റീസ് കൂടുതലും അങ്ങനെയുള്ളതാണ് വരുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു സൈറ്റിനകത്തുള്ള കൂടുതലൊരു എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എന്റെ ഈ ഒരു കാറ്റഗറിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നാലേ എനിക്ക് കറക്റ്റായിട്ട് അത് കിട്ടും. പിന്നെ കുറെ പേരുണ്ട് ജോലിക്ക് വന്നില്ലേ ജോലി എന്തോ എടുത്ത് വെച്ചേക്കുവാണ്. ജോലി എന്തെങ്കിലും ഇതിനൊക്കെ എന്തെങ്കിലും ഇന്റർവ്യൂ വന്നാൽ നമ്മളത് പാസ്സായി അതിലൊക്കെയല്ല ജോലി കിട്ടും. ചുമ്മാ ജോലിയൊന്നും എടുത്ത് വെച്ചേക്കും. അല്ലെങ്കിൽ എന്തു പറഞ്ഞു കല്ലുകുത്താനുണ്ടോ എന്നും നടന്നാൽ കിട്ടുന്ന ജോലിയൊന്നും അല്ല. അപ്പം പിന്നെ ഇത്ര വയ്യാണ്ടൊക്കെ നിന്നതാണ്. അപ്പൊ എനിക്ക് നല്ലൊരു ഏർണിംഗ് കിട്ടുന്ന രീതിയിലുള്ള ജോബിലേക്ക് ചെന്ന് ചാടാൻ ഞാൻ ഇനിയിപ്പോ ഉദ്ദേശിക്കുന്നുണ്ട്. സാധാ ജോബിന് പോയിട്ട് എന്റെ ഹെൽത്ത് ചീത്തയാക്കിയ അവസരം ജോബും ഇല്ല ഹെൽത്തും ഇല്ല കയ്യിൽ കാശും ഒന്നും ഇല്ലാത്തൊരവസ്ഥയാക്കാൻ വയ്യാഞ്ഞിട്ടാണ് സത്യത്തിൽ ഞാൻ എന്റെ ഒരു ഇതിൽ തന്നെ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുന്നത്. അപ്പം അതിന് ഇത്രയും ഇതുണ്ട്. പിന്നെ ഇപ്പൊ ഒരു ജോബ് റഷ് ടൈം അല്ലാതെ മറ്റൊരു കാര്യം ഈ പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് ആൾക്കാരെ പോകുന്നതും പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതും ഒക്കെ ഈ സാലറി ഇൻക്രിമെന്റ് റിവിഷൻ ഇതെല്ലാം വരുന്നത് ഈ പറയുന്ന ഒരു ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ ടൈമിലൊക്കെയാണ്. അപ്പൊ ആ ടൈമിലെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലും ഇപ്പൊ ജോബ് റഷ് ടൈം അല്ല എങ്കിലും ഇത്രയൊക്കെ പറ്റുന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ച്. പിന്നെ അത് പറയാനുള്ള ജോബ് വല്ലതും കിട്ടിയ ഞാൻ മാക്സിമം ഞാൻ ഒരിക്കലും വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ലാത്ത ഒരാളാണ്. എനിക്ക് ജോബ് കിട്ടണം എന്നുള്ള ഒരു മാനസികാവസ്ഥയാണ്. കാരണം കയ്യിൽ കാശൊക്കെ തീർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പൈസക്ക് പൈസ തന്നെ വേണം. ഇനി എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ വയ്യ ആരെയും. അങ്ങനെ ഒരു ഇതിന് ജോബ് ഉറപ്പായിട്ടും വേണം. എനിക്ക് ജോലി ചെയ്ത് കുറച്ചും കാശെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകും. അപ്പം ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് കിട്ടാത്തത് ഓപ്പർച്യൂണിറ്റീസ് വരണം, നമ്മളുടെ എക്സ്പീരിയൻസ് തന്നെ മീറ്റ് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ പറയും കിട്ടും ശരിയാവും അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഒരു ആശ്വാസമുള്ളത്. കാരണം എന്റെ ഒരു കാലിബറിനെ കുറിച്ച് എന്റെ കൂടെ വർക്ക് ചെയ്തവർക്കും എല്ലാവർക്കും അറിയാം എനിക്ക് പറ്റും. പിന്നെ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് കിട്ടാത്തതിന്റെ പ്രശ്നങ്ങളാണ്, ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ്. നല്ലത് വന്നാൽ കിട്ടും. പിന്നെ ഇന്ന ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനിപ്പോ UK ആയിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. ഞാൻ അയക്കുന്ന മെയിൽസിന് എല്ലാവരും എനിക്ക് റിപ്ലൈ തരുന്നത് നിങ്ങൾ UK നിങ്ങളെ എടുക്കാം. പക്ഷെ ഞാൻ UK അപ്പം അങ്ങനെ മറ്റു രാജ്യങ്ങളിലാണ് ഞാൻ ഉണ്ടാകുന്നെങ്കിൽ അവിടെ എനിക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ ഞാൻ അവിടെ അല്ല. ഇപ്പൊ ഈ കമ്പനികൾക്ക് ഈ പറയുന്ന സ്പോൺസർഷിപ്പ് കാര്യങ്ങൾക്കൊന്നും അവർ ടൈമില്ല. അവിടെ ആളുണ്ടെങ്കിൽ അവരെടുക്കുക, അത്ര തന്നെ ഉള്ളൂ. അപ്പം അങ്ങനൊരു കേസ് ഉണ്ട്. അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി എനിക്ക് പുറം രാജ്യങ്ങളിൽ കിട്ടുന്നുണ്ട് നല്ല പോലെ. പക്ഷെ ഞാൻ അവിടെ അല്ല. എനിക്ക് അങ്ങനെ ഇപ്പം പോകാനുള്ളൊരു ഇതൊന്നും എന്റെ കയ്യിലില്ല. അപ്പം അതുകൊണ്ട് കമ്പനി സ്പോൺസർഷിപ്പും വിസ കാര്യങ്ങളൊക്കെ നോക്കുന്നെങ്കിൽ ഇവിടുന്ന് പോകാമെന്നുള്ളൊരു അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ ഇപ്പൊ ഉള്ള ഓപ്പർച്യൂണിറ്റീസും കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ എന്തെങ്കിലും നല്ലത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തോ നല്ലതിനാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.